അവസാനമായിട്ട് ഒരു അതായത് നമ്മൾ എന്തിനു കുട്ടികൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. ഞാൻ പഠിപ്പിക്കണമെന്ന് പറയാൻ കാര്യം ശരിയും തെറ്റും തിരിച്ചറിയുവാൻ കഴിയുവാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഈ പറയുന്ന ഏതൊക്കെ രീതിയിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊരു ബോധ്യം അവർക്കുണ്ടാകണം. അപ്പോൾ ഈ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാനുള്ള ഒരു സംഭവം ഇതൊരു മാജിക് വിത്ത് എവരിഡേ ഒബ്ജക്റ്റാണ്. എല്ലാ ഈ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു മാജിക്കാണ്. ഇതെന്താണെന്ന് അറിയാമല്ലോ, റോപ്പാണ് അല്ലേ. കയറ് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന കേരളത്തിലൊരു ജില്ലയുണ്ട്, അതേതാണെന്നറിയാം? ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല. പക്ഷേ കയറിനൊരു ദിനമുണ്ട്, അതറിയോ? നമ്മുടെ കയറിനൊരു ദിനമുണ്ട്, നവംബർ 5 കയർ ദിനം. അപ്പോൾ അങ്ങനെ ആലപ്പുഴ ഉണ്ടാക്കിയ ആ കയർ വെച്ചിട്ടുള്ളൊരു മാജിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ കയറും ഇതുപോലെയാണെങ്കിൽ ആലപ്പുഴ ഉണ്ടാക്കിയ കയർ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എല്ലാ കയറിനും രണ്ടറ്റവും ഒരു മധ്യഭാഗമൊക്കെ കാണും അല്ലേ. ആലപ്പുഴത്തെ കയർ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ എളുപ്പം വെച്ചാൽ ആലപ്പുഴത്തെ കയർ ഇങ്ങനെ ഇട്ടതിന് ശേഷം എല്ലാ കയറും ചുറ്റും പോലെ ഇതിങ്ങനെ ചുറ്റുക. ഇത് ചുറ്റി ഇങ്ങനെ വെച്ചതിന് ശേഷം മാജിക്കിൻ്റെ മന്ത്രം പറയും. മാജിക്കിൻ്റെ മന്ത്രം എന്ന് പറയുന്നത് പഴയ മന്ത്രമല്ല, പുതിയ മന്ത്രമാണ്. ഇപ്പോൾ സിം സിലാബി സിം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം ഞാനും ഇങ്ങനെ എഴുതുന്നത് ആദ്യം കണ്ടപ്പോൾ കൈയടിക്കാൻ പറഞ്ഞു, വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെ പീസായിട്ട് വരും എന്നുള്ളതാണ്. നൗ ദിസ് ഈസ് ആൻ എൻലെസ് റോപ്പ്. ഇതിന് അറ്റമില്ല, എല്ലാം മിഡിൽ പോർഷനേ ഉള്ളൂ. അങ്ങനെയാണ് വരുന്നതെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു മിഡിൽ പോർഷൻ എടുക്കണം, ഈ അറ്റു പോകുന്ന പോർഷൻ എടുക്കണം, മെല്ലെ ഇവിടെ വയ്ക്കണം, നേരത്തെ ചുറ്റിയതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് ധൈര്യപൂർവ്വം ഇങ്ങനെ ചുറ്റണം. ചുറ്റിയതിന് ശേഷം ഈ ഒരറ്റം ഇങ്ങനെ ചുറ്റി ഇവിടെ കൊണ്ടുവന്നു, ഈ അറ്റം ഇങ്ങനെ ചുറ്റി ഇവിടെ വച്ചു. മാജിക്കിൻ്റെ മന്ത്രം സിം സിലാബി സിം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഒറ്റ കയറായി മാറും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആലപ്പുഴ കയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ കയറെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ എല്ലാവരും പറയുന്നൊരു ഉത്തരവുണ്ട്, എന്താണ്? കെട്ടാൻ ഉപയോഗിക്കുന്നതെന്നാണ് അല്ലേ. ശരിയാണ്, കയറ് കെട്ടാൻ ഉപയോഗിക്കും. എല്ലാ കയറും കെട്ടും. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴത്തെ കയറ് കെട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ കയർ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കെട്ടുന്നതിനാണ്, ഉറപ്പിക്കാനാണ് കെട്ട്. പക്ഷേ ഈ കെട്ടിൻ്റെ പ്രത്യേകത കെട്ട് താഴേക്ക് വരും എന്നുള്ളതാണ് പിടിച്ചാൽ. അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്കിതിനെ പഴയ റോപ്പാക്കണമെങ്കിൽ ആരും സംശയമുണ്ട്. ഇതൊരു സിസേഴ്സാണെന്ന് വെറുതെ അങ്ങ് സങ്കല്പിക്കാൻ ബെല്ലെ ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇതിനിങ്ങനെ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ 2 കയറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് 2 കയറാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഇതെന്നെ പഠിപ്പിച്ച മുതുകാട് സാറാണ്. സാറ് പഠിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് മുറിക്കുമ്പോൾ തുല്യമായി മുറിക്കണമെന്നാണ്. ഇതിപ്പോൾ കണ്ടോ, തുല്യമാണോ? അല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ കുഴപ്പം എനിക്കുണ്ട്. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്നു. അപ്പോൾ സാറിനോട് ചോദിച്ചു, സാറ് പറഞ്ഞ് അങ്ങനെ വന്ന ഒരു കാര്യം ചെയ്യുക, ചെറുതെടുത്ത് മുകളിലേക്ക് വയ്ക്കുക, വലിയ അറ്റം എടുക്കുക, വലിയ അറ്റം എടുത്ത് ഈ ഒരു അറ്റത്തേക്ക് വെച്ചതിന് ശേഷം മാജിക്കിൻ്റെ മന്ത്രം പറയും. എന്താണ് മന്ത്രം? സിം സിലാബി സിം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സംശയമില്ല, അത് ഒറ്റ കയറായിട്ട് മാറും. അപ്പോൾ പിന്നെ ചെറുതും വലുതുമില്ല, അത് ഒരു കയറായി മാറുമ്പോഴത്തേക്ക് ആ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറിൻ്റെ ഒരു മിഡിൽ പോർഷൻ എൻ്റെ ഈ വലത് കയ്യിലുണ്ട്, ഇതാ അല്ലേ. 2 എൻഡുകൾ എവിടെയുണ്ട്? ഇടത് കയ്യിലുണ്ട്. ഈ ഒരു എൻഡ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കൈക്കുള്ളിൽ വെച്ച് ശക്തമായി പ്രസ് ചെയ്ത് മന്ത്രം പറഞ്ഞാൽ ദാറ്റ് എൻഡ് വിൽ ട്രാൻസ്ഫർ ഫ്രം ഹിയർ ടു ഹിയർ. അപ്പം മാജിക്കിൻ്റെ മന്ത്രം സിം സിലാബി സിം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ആ ഒരറ്റം ഇങ്ങി വരും. അടുത്ത അറ്റം എടുക്കുക. അടുത്ത അറ്റം എടുത്തതിന് ശേഷം ആദ്യത്തെ അറ്റം പോലെ എളുപ്പമല്ല. ഇവിടെ വെച്ചതിന് ശേഷം 3 പ്രാവശ്യം പ്രസ് ചെയ്യണം. 1 2 and 3. യാതൊരു സംശയമില്ല, സിം സിലാബി സിം 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 എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, 2 അറ്റവും ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഭംഗിയായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയെങ്കിൽ കയറിലൊരു സംശയം തോന്നിയിരിക്കും. ഇപ്പോൾ അല്ലേ, എന്തെങ്കിലുമൊക്കെ ചില തരികിടകൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? 2 പേരും ഒന്ന് പരിശോധിച്ച് നോക്കുക. പിടിച്ചാൽ പൊട്ടിക്കാൻ പറ്റുമോ, പരസ്പരം കൂട്ടി ചോദിച്ചാൽ ഒട്ടിയിരിക്കുമോ എന്നൊക്കെ നോക്കുക. സംശയം തോന്നിയായിരുന്നു, സംശയം വരും. അപ്പം ഒരു സാധാരണ കയറാണ്. ഇതൊരു സ്ട്രോങ് റോപ്പാണ്. സ്ട്രോങ് റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചാൽ പൊട്ടുകയില്ല. പക്ഷേ ഇത് പൊട്ടിയില്ലേ, പൊട്ടി. അപ്പോൾ ഇതും ഒന്ന് പരിശോധിച്ചു. ഇത് പിടിച്ച് വലിച്ചാൽ നീട്ടിയാൽ നീളുമോ, അത് ഒട്ടിച്ചാൽ ഒട്ടുമോ എന്നൊക്കെ നോക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ റോപ്പിനെ നമുക്ക് ഇങ്ങനൊരു കെട്ടിടാൻ പറ്റും. ഇത് സാധാരണ കെട്ടല്ല, ഫയർഫോഴ്സുകാർ മാത്രം ഇടുന്നൊരു കെട്ടാണ്. കണ്ടില്ലേ, പ്രത്യേക ഒരു കെട്ടാണ്. പക്ഷേ ഇതൊന്ന് ബ്ലോ ചെയ്ത് കൊടുത്താൽ സംഭവിക്കാൻ പോകുന്ന നോക്കൂ, അത് കെട്ടില്ല. ഒരു സംശയം, അത് കെട്ടിയതാണോ എന്നൊരു സംശയം വരും. ഇത് കെട്ടിയാൽ സംശയമൊന്നുമില്ല, ഇത് കെട്ടാണ് അല്ലേ, ഫസ്റ്റ് നോട്ടെന്ന് പറയും.
ഇത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് നോട്ടായി അല്ലേ, 2 നോട്ടായി. ഇതിനകത്തൂടെ ഇട്ടാൽ കുരുക്കായി, വീണ്ടും ഇട്ടാൽ വീണ്ടും കുരുക്കായി. പക്ഷെ കയർ ആലപ്പെടുത്തതാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല, അതിന് കുരുക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ കിട്ടില്ല. നമ്മൾ ഷൂസ് കെട്ടുന്നത് ഇങ്ങനെയല്ലേ, എന്തിനാ കെട്ടുന്നത്? ഇങ്ങനെ പിടിച്ചാൽ അൺടൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി ഇതുവഴിയും ഒക്കെ ഇട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇനിയിപ്പോൾ കെട്ടഴിക്കാൻ പറ്റുമോ? അഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇത് കടും കെട്ടായി, ടൈറ്റായി പോയി അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞ കെട്ടിനെ താഴേക്ക് കൊണ്ടുവരാം. ഇതിങ്ങനെ പിടിച്ചാൽ താഴേക്ക് വരും, ഇനിയും പിടിച്ചാൽ താഴേക്ക് വരും, എത്ര വേണമെങ്കിലും അതിനെ താഴേക്ക് കൊണ്ടുവരാം. ഈ കെട്ടിനെ പരമാവധി കൊണ്ട് ഇനി എപ്പോഴെങ്കിലും കെട്ടുപാടുകൾ വേണ്ടെന്ന് തോന്നിയാൽ ഈ കെട്ടിനെ മെല്ലെ എടുക്കുക, ഇതാ ഞാൻ കളഞ്ഞതിനകത്ത് കെട്ട് തന്നെ ഉണ്ടാവില്ല. ഇവിടെ നമുക്കിപ്പോൾ 3 കയറുകൾ കാണാം അല്ലേ. ഈ 3 കയറുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക സ്ഥിതിയാണ്. ലോകത്ത് 50 പണക്കാരെടുത്താൽ അതിനകത്ത് 5 പേർ ഇന്ത്യക്കാരാണ്. ലോകത്ത് 250 പണക്കാരെടുത്താൽ 50 പേർ ഇന്ത്യക്കാരാണ്. ഇത് പണക്കാരുടെ പ്രതിനിധിയാണ്, ഇത് ഇടത്തരക്കാരുടെ പ്രതിനിധിയാണ്, ഇതോ BPL അല്ലേ, അതായത് ബിലോ പോവർട്ടി ലൈൻ, 30 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവൻ. ഈ 30 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ആളും ഈ പറയുന്ന ഏറ്റവും വലിയ പണക്കാരനും ഈ പറയുന്ന ഇടത്തരക്കാരനും താമസിക്കുന്നത് ഒരേ സ്ഥലത്താണ്, കണ്ടില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു തല തുല്യമാക്കി, മുകൾ തട്ട് താഴെത്തട്ട് തുല്യമാണോ? അല്ല. പക്ഷേ ഞാൻ എൻ്റെ താഴെത്തട്ടും തുല്യമാക്കി, പക്ഷെ അതിൻ്റെ മദ്യം തുല്യമാണോ? അല്ല. അത് തുല്യമാക്കണമെങ്കിൽ മാജിക്കിൻ്റെ മന്ത്രം പറഞ്ഞാൽ മതി. മാജിക്കിൻ്റെ സിംസിലാബി ഒന്നും വേണ്ട, വെറുതെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്ട്രെച്ചോ 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 ആൻഡ് സ്ട്രെച്ചോ, കണ്ടില്ലേ 3 കയറും ഇപ്പോൾ ഈക്വലാണ് അല്ലേ. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് ദ ഫസ്റ്റ് റോ, ദെൻ ഇവിടെ ഹിയർ യു ക്യാൻ സീ ദി സെക്കൻഡ് റോ ആൻഡ് ദിസ് ഈസ് ദി തേർഡ് റോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തുല്യന്മാർ തമ്മിൽ പരസ്പരം കൈകോർത്ത് പിടിക്കുക. ഇവിടെ 2 തുല്യതയുള്ളവർ പരസ്പരം കൈകോർത്ത് പിടിച്ചു, ഇവിടെ മറ്റ് 2 തുല്യതയുള്ളവർ തമ്മിൽ പരസ്പരം കൈകോർത്ത് പിടിച്ചു. തുല്യതയുള്ളവർ കൈകോർത്ത് പിടിച്ചാൽ തുല്യതയുള്ളൊരു പ്രദേശം ഉണ്ടാകും, തുല്യതയുള്ള പ്രദേശത്തുകാർ കൈകോർത്ത് പിടിച്ചാൽ തുല്യതയുള്ളൊരു രാജ്യമുണ്ടാകും, തുല്യതയുള്ള രാജ്യങ്ങൾ തമ്മിൽ കൈകോർത്ത് പിടിച്ചാൽ തുല്യതയുള്ളൊരു ലോകമുണ്ടാകും. അങ്ങനെ തുല്യതയുള്ളൊരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശവുമായിട്ടാണ് ഈ ജാലവിദ്യ കടന്നു വരുന്നത്. അത് നമ്മുടെ ഈ ആലപ്പുഴ ഉണ്ടാക്കിയ കയറ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. താങ്ക് യു. എന്തായാലും തുല്യതയുള്ള ലോകമുണ്ടാക്കണമെങ്കിൽ കലാകാരന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഈ ചിത്രത്തിലൂടെ നമുക്ക് തെളിയിക്കുകയുണ്ടായി. കല എന്നത് എപ്പോഴും നമുക്കൊരു അത്ഭുതമാണ്. ഇപ്പോൾ നമ്മളൊരു വിസ്മയ ലോകത്താണ് PSV പ്രേക്ഷകരൊക്കെ തന്നെ ഇരുന്നത്. എന്തായാലും ഈ ഇന്ദ്രജാല വിദ്യ അതിൻ്റെ വാക്കും പൊരുളും നമ്മെ പഠിപ്പിച്ച, നമുക്ക് ദൃശ്യമാക്കിയ മാജിക് അക്കാദമി ഡയറക്ടർ ശ്രീ ചന്ദ്രസേനൻ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി. ഏതായാലും ACVയിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ട്. നന്ദി.